ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് രാത്രി 1:13 അപ്പോൾ കാശുകൂട്ടൻ എണീറ്റപ്പോൾ ഞാനും എൻ്റെ ഒപ്പം എണീറ്റു. പക്ഷെ ഇപ്പോൾ ഉറങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ സന്തോഷമുള്ളതും അതുപോലെ സങ്കടം ഉള്ള ഒരു വീഡിയോ ആയിരുന്നു. ഒന്നാമത്തെ കാര്യം സന്തോഷം എന്ന് പറയാം, ആദ്യം നമ്മുടെ ആമിക്കുട്ടീനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശിക്കുട്ടീന് അന്നേ ദിവസം നല്ല പനിയായിരുന്നു. 103 ഡിഗ്രിക്ക് ആയിരുന്നു പനി ഉണ്ടായിരുന്നു. നമ്മൾ വരുന്ന വഴിക്ക് ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ ഓക്കെ വരുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഞങ്ങളവിടെ റെസ്റ്റ് എടുക്കുന്ന സമയം കൊണ്ട് അച്ഛനമ്മയും പോയിട്ട് ആമിക്കുട്ടീനെ കൊണ്ടുവന്നു. അപ്പോൾ ആമിക്കുട്ടീനെ കണ്ടപ്പോൾ കാശിക്കുട്ടീനെ ഒരുപാട് സന്തോഷമായി. പ്രത്യേകിച്ച് ആമിക്കുട്ടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശിക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് വീഡിയോസും പിന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കായിരുന്നു. അങ്ങനെ ആമിക്കുട്ടീനെ കൊണ്ട് നമ്മൾ പുറത്ത് പോകാനായിട്ട് ആമിക്കുട്ടി പറഞ്ഞ 2 സ്ഥലങ്ങൾ സജഷൻ, ഒന്ന് ബീച്ചും ഒന്ന് നമ്മുടെ ലുലു മാളായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ലുലുവിലേക്ക് പോയി. അപ്പോൾ അവിടെ എത്തിയതും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ നമ്മൾ പോയിട്ട് ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ കഴിച്ചു. അതുപോലെ ഞങ്ങളെല്ലാവരും വെറൈറ്റി ഫുഡുകളൊക്കെയാണ് കഴിച്ചത്. അല്ലല്ല, അച്ഛനും അമ്മയും മീൽസാണ് കഴിച്ചത് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ടാണ് നേരെ ഫണ്ടൂരയിൽ പോയി. അപ്പോൾ ഫണ്ടൂരിലാണെങ്കിൽ അന്നൊരു ഓഫർ ഉണ്ടായിരുന്നു. 2100 രൂപയ്ക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ നോർമലി 2500 രൂപയാണ് കയറുക. പക്ഷേ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4000 രൂപ നമുക്ക് കയറും. അപ്പം ഞാൻ ആ സംഭവം ഞാൻ ചെയ്തു. കാരണം എൻ്റെ ഓൾറെഡി 400 സംതിങ് ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് കുഞ്ഞുങ്ങൾക്കും കൊണ്ട് നമ്മൾ പുറത്ത് പോയി അധികം നമ്മൾ വേറെ എക്സ്പെൻസും കാര്യങ്ങളൊന്നും വരണില്ലല്ലോ. ഇത് ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്തായാലും അവർ പറഞ്ഞത് 5 ഇയേഴ്സാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, ചിലപ്പോൾ ഇവരും കൊണ്ട് 2 ദിവസം പോയി കഴിഞ്ഞാൽ തന്നെ ആ ഒരു പേയ്മെൻറ്റ് കഴിയും. എന്നാലും ഞാൻ അവിടെ വെച്ചിട്ട് 2000 സംതിങ്ങിന് എന്നെ അന്ന് ഏകദേശം ചിലവായി. പക്ഷേ കുഴപ്പമില്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. കാരണം അവരുടെ ഹാപ്പിനെസ് ആണല്ലോ നമുക്ക് വലുത്. അപ്പം ഞാൻ കുറച്ച് പേയ്മെൻറ്റ് മാറ്റി വെച്ചു. കാരണം ആമിയുടെ ബർത്ത്ഡേ വരാൻ പോവാണ്. അപ്പോൾ ബർത്ത്ഡേക്ക് നമ്മൾ തൃശ്ശൂർ വരുമ്പോൾ അവിടെ വൈമാളിൽ കൊണ്ടുപോകാമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു എൻഡിങ് ആയിരുന്നു കേട്ടോ അന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞൂടെ എങ്ങനെ പറയേണ്ടതെന്ന്. അങ്ങനെ നമ്മൾ നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ്. സ്റ്റുഡിയോയിൽ നമ്മൾ ആമിക്കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാനാണ് കേട്ടോ. കുറേ ആയാലും ആമിക്കുട്ടീനെ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി കുറച്ച് നമ്മൾ റെസ്റ്റ് എടുത്തു. കാരണം ഗൂഗിൾ ഡ്രൈവ് ചെയ്ത് പോകണ്ടല്ലേ. അപ്പോൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എറണാകുളം പോയി. എറണാകുളം എത്തിയതും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മളെപ്പോഴും പോകാറുള്ള ഹോട്ടലിലേക്കാണ് കേട്ടോ പോയത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ട് പോയി.